അമ്മ എന്നെ ഇത്ര അധികം കോംപ്ലിക്കേറ്റഡ് ആക്കണേ. ടേസ്റ്റ് ഉണ്ട്. കൊള്ളാവോ? അമ്മേനെയും മോനെയും കാണാനായിട്ട് പോകും. എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ പെര കൂട്ടിട്ട്. നമ്മളിതല്ലേ തീരുമാനിച്ച. അമ്മയ്ക്ക് തന്നെ ഉറക്കമൊക്കെ വന്നെ. ഉറക്കപ്പിച്ചിലാണോ ഒന്ന് വന്നേക്കണേ. നോക്കട്ടെ. ഓപ്പൺ ഹിയർ. എന്നെ ഈ പറയണേ ബെൽപൂരി നീ മേടിച്ചിടുന്ന ബെൽപൂരിയാ. അത് നമുക്ക് വൈകുന്നേരം ചായക്കുന്നതാ. വേറൊരു പരിപാടിയാണ് ഞാൻ ഉദ്ദേശിച്ചതാ. പക്ഷെ ഇന്ന് പുറത്തു പോകാനുള്ളതുകൊണ്ട് അത് നടക്കില്ല. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി കഴിക്കുക, ചായ കുടിക്കുക, നേരെ പുറത്തു പോവുക. പിന്നെ വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ സമയം ഉണ്ടാവാൻ സാധ്യത കുറവാ ചെയ്യാനേ. അതെ. അപ്പൊ ഇത് കട്ട് ചെയ്യട്ടെ. ഞാൻ കട്ട് ചെയ്യേണ്ട അതാ നോക്കിയത് കേട്ടോ. അമ്മ എന്നെ ഇത്ര അധികം കോംപ്ലിക്കേറ്റഡ് ആക്കണേ. ഞാൻ കട്ട് ചെയ്തോ? അതാ നല്ലത്. ദിസ് ഈസ് വെരി സിമ്പിൾ. സിപ്പ് ലോക്ക് ഉണ്ട് അവിടെ, അതുകൊണ്ടാണ് അമ്മ ഇത്ര അധികം കോംപ്ലിക്കേറ്റഡ് ആവണേ. ഞാൻ വളരെ വിഷമിച്ച് കട്ട് ചെയ്യാൻ തുടങ്ങിയത് ഇന്ന് കട്ട് ചെയ്ത് നടക്കൂല മനസ്സിലായിട്ട. മകളത് ഒരു നിമിഷം കൊണ്ട് കട്ട് ചെയ്ത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞമ്മ എടുത്തോളാം. ഞാൻ അതുകൊണ്ട് ഇതിൽ നിന്ന് പിൻവാങ്ങി. ഇതിന്റെ കൂടെയുള്ള ഒരു മിക്സർ പോലത്തെ തരുത്. അങ്ങനെയാണോ പേര്? അറിയില്ല. ഇത് പൊട്ടിച്ച് മൊത്തം അതിലേക്ക് ഇടാം. പിന്നെ സോസുകള് പുളിയില്ലേ. ഇത് നമുക്ക് ചുമ്മാ നോക്കി കട്ട് ചെയ്യാൻ പറ്റും. നോക്കേണ്ട കാര്യമില്ല. നോക്കേണ്ട കാര്യമില്ല. പിന്നെ അമ്മ ഓക്കെ നോക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ആകെ ഇച്ചിരി പ്രശ്നമാണ്. ഇച്ചിരി നല്ല പ്രശ്നമാണ്. പിന്നെ അകത്ത് വേറെ സംഭവം ഉണ്ട് കേട്ടോ. അത് കാണിക്കാൻ ഇതിലേക്ക് ഇടുമ്പോ. ഇനി ഉള്ളത് ഇതാണ്. പാത്രത്തിലേക്ക് ഇട്ടോ. പീനട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതൊക്കെ അതിൻ്റെ കൂടെ കഴിക്കണ. ഒടിച്ചിടാതെ വേണമെങ്കിൽ. പണ്ട് നീ കൊണ്ടുവന്ന ഒരു പ്രാവശ്യം ഹാൽഡിറാമിന്റെ ആട്ടോ. അതിന്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആണോ? ഇതേ സെമോളിന. ഇതിന് വേറെ ഏതാണ്ട് പേരാ പറയണേന്ന് തോന്നുന്നു. നോക്കട്ടെ. സോസൊക്കെ വരുമ്പോ നല്ല രുചിയാവും. ടാമറിൻ സോസ് എന്നാ പറയണേ അതിന്. ഇതിനൊരു പുളിയുണ്ട്. ഈ സാധനത്തിന് ബിസ്ക്കറ്റ് പോലെ. ഈ ടാമറിൻ സോസും ഒഴിക്കാം. എല്ലാം കിട്ടപ്പോ ഇച്ചിരി കൂടുതലുണ്ടല്ലേ? എല്ലാവരും ഒരു കാര്യം ചെയ്യാം. ഇച്ചിരി വേണമെങ്കിൽ മാറ്റി വെക്കാം. കാരണം ചോറിനിട്ട് അതേ നേരം ആയില്ലല്ലോ. സന്ധ്യ 5:30 ആയിട്ടാണെങ്കിൽ എല്ലാം ഫിനിഷ് ആയേനെ. ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഈ മിക്സിങ് ഒരു കുപ്പിയിലേക്ക് കുറച്ച് മാറ്റാം കേട്ടോ. അതാണ് നല്ലത്. കുപ്പി എടുത്തോണ്ട് അപ്പൊ ഇതേ കുപ്പി തന്നെയാണ്. അല്ലേ ഇതിനകത്തേക്ക് നമുക്ക് എടുത്ത് വെക്കാം. അല്ലെങ്കിൽ ശരിയാവൂല. ഫുൾ ഇതായാൽ ചിലപ്പോൾ ഇച്ചിരി വേസ്റ്റ് ആവും. അതിൻ്റെ ആവശ്യമില്ല. ഭക്ഷണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് കഴിച്ചാൽ മതിയല്ലോ. പുളി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരിയാവൂല. ഇത് മതിയോ? ഇതെല്ലാവർക്കും കൂടെ കഴിക്കാം. ഇത് കഴിക്കാനുള്ളതേ ഉള്ളൂ. ചെറുതാക്കട്ടെ. സോസൊക്കെ ഒഴിക്കുമ്പോഴാ പുളി വരിക. അമ്മ ഇടയ്ക്കിടയ്ക്ക് തിന്നോണ്ടിരിപ്പുണ്ട്. മുഴുവൻ ഇട്ടാ മതി. അയ്യോ വരുവാ. ആണോ? കുറച്ച് മതി. നല്ല എരിവുണ്ടോ? ചില്ലി സോസ് ആയിരിക്കും. ചില്ലിയാ. ടൊമാറ്റോയുടെ ഇതേ ഇല്ല. ആണോ? എന്നാ അധികം വേണ്ട. അത് മതി. ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കി. നന്നായി. ഇതിന് അങ്ങനെ എന്താണെന്ന് എനിക്ക് തോന്നുന്നു. അതും ചില്ലി പോലെയാന്ന് തോന്നിക്കണം. രുചിച്ച് നോക്കാതായി എന്നിട്ട് വേണേ വേണ്ടെങ്കിൽ തീരുമാനിക്കാം. നമ്മുടെ ഇരിക്കണ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ഇച്ചിരി ഇടാം. അതെ. നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഇതായതുകൊണ്ട് നമുക്ക് ശരിക്കും അറിയില്ല അതിനെ പറ്റിയത് എന്തൊക്കെയാണ്. ഈ സാധനം പുളിയാ. ടാമറിൻ സോസ് പിന്നെ കുഴപ്പമില്ല. കുഴപ്പമില്ലെങ്കിൽ ഒരു പരിധി കൂടുതലായ വരണം. എൻ്റെ ഫേവറേറ്റ് ആണ് പുളി. നല്ല പുളിയുണ്ടോ? പുളി ഇച്ചിരി മധുരമുണ്ട്. നിനക്ക് വെച്ചേക്കാം. നമ്മുടെ സോസ് ഒഴിക്കണോ?
നോക്കട്ടെ കേട്ടോ, മിക്സിങ് കഴിഞ്ഞിട്ട് നോക്കാം. വേണമെങ്കിൽ എടുക്കാം, നോക്കാം. മിക്സ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ട്. കൊള്ളാവോ? ടൊമാറ്റോ സോസ് വേണ്ട, നല്ല. അപ്പോൾ ബേൽപൂരി കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണേ. കൈ പിടിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ കുഴച്ചതുകൊണ്ട് കയ്യിൽ ഇതുണ്ടല്ലോ ഞാൻ. നല്ലതാണല്ലോ. എരിവുള്ളത് വേണ്ട നമുക്ക്. വേണ്ട, ശരിയാവില്ല. ഇതുകൂടി ഇരിക്കട്ടെ കേട്ടോ. ഞാൻ മാറ്റട്ടെ. ഈ സോസ് രണ്ടും ഞങ്ങള് ഇനി വെച്ചിരിക്കുന്നതിന് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എരിവുള്ള സോസ്, എരിവുള്ളത് കൊണ്ടാ. ഞാൻ സ്പൂണോടെ ഇട്ടോ, ഞാൻ പ്ലേറ്റ് എടുത്തോണ്ട് വരാം. അപ്പയ്ക്കും എല്ലാവർക്കും എടുക്കാം. ഇവർക്ക് ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ ഇടണമെന്നും പറഞ്ഞ് ഞങ്ങള് അതും കൂടെ ചേർത്തപ്പോൾ ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ട്. അപ്പൊ അത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നണം കേട്ടോ. അത് കയ്യിലൊക്കെ സ്റ്റോക്ക് ഉള്ളവർ ഇത് വാങ്ങിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ എരിവുള്ള 2 സോസും അധികം ഒഴിച്ചില്ല. കാരണം ഞങ്ങൾക്ക് വയറിനത് ഒഴിച്ചാൽ തോന്നി വേണ്ടാന്ന് തോന്നി. അത് കാരണം ഞങ്ങൾ ഒഴിച്ചില്ല കേട്ടോ. അതെ, അമ്മ ഈ പാത്രത്തിൽ നിന്ന് തന്നെയാണോ കഴിക്കുന്നത്? അതെ, ഞാൻ കാണിച്ചു തരാം. ഞാൻ പാത്രം ഒരെണ്ണം കഴുകണ്ടല്ലോ, പുറത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ ശരിയാവൂല. മതി, അപ്പൊക്കെ ഇഷ്ടമായിരിക്കും. എനിക്കിത് മതി, അധികം വേണ്ട. ഇത് കൂടുതലുണ്ടല്ലേ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ? പറഞ്ഞ മൊത്തം ചിലപ്പോ ചെയ്താൽ ശരിയാവൂല, കൂടിപ്പോ. അതെ അതെ അതെ, ഇത് വെച്ചാൽ നന്നായി. എടുക്കട്ടെ പോയേനെ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോകാനുണ്ട്. അതുകൊണ്ടാ ഞാൻ അപ്പയ്ക്ക് കൊടുക്കട്ടെ. ഇത് കഴിച്ചിട്ട് ചായ ഇടാം അല്ലേ? എന്നാ അപ്പനെ നമുക്ക് ചോദിക്കാം എങ്ങനെയാന്ന്. നീ എടുത്തോണ്ട് വരരുത്, ഇത് ഞാൻ എടുത്തോളാം. ഇതെടുക്കാം, അമ്മ ഇതെടുക്കും. പാത്രത്തിൽ നിന്ന് തന്നെ കഴിക്കുന്നു. ടൊമാറ്റോ സോസ് ഒഴിച്ചപ്പോഴാ ശരിക്കൊരു രുചി വന്നതാ. അപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഹാൽഡിറാമിന്റെ അപ്പൊ നമുക്ക് കഴിക്കാം. ഞാനങ്ങനെ ഒരു കട്ട നോർത്ത് ഇന്ത്യൻ ഫുഡ് ലവർ അല്ല, ബട്ട് എങ്കിലും എനിക്കിങ്ങനെ വ്യത്യസ്തമായ രുചികൾ പരീക്ഷിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കും കേട്ടോ. എപ്പോഴും ഒന്നും കഴിക്കാറൊന്നുമില്ല, ഒരു ചേഞ്ചിന്. അപ്പോൾ അത് ഞാൻ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഹാപ്പി ആയിട്ട് കഴിക്കാമല്ലോ. എല്ലാവർക്കും ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ, അത് കാരണം കുഴപ്പമുണ്ടായില്ല. അപ്പൊ നമ്മൾ ബേൽപൂരിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത പരിപാടി? സാരിയൊക്കെ നേരെ ഇടണ്ടല്ലോ. സാരി നേരെ വീഡിയോയിൽ വരുമ്പോ സൈഡൊക്കെ എങ്ങനെ ഇരുന്നാ കൊള്ളാവോ? ഈ പറന്നിരിക്കണോണ്ട് ഈ പ്രശ്നം. എനിക്കത് വേണം. എനിക്ക് പറന്നിരിക്കുന്നത് ആലോചിക്കാൻ തന്നെ വയ്യ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോളേജ് കാലഘട്ടം മുതൽ യൂസ് ചെയ്യുന്നത്. കാരണം മെലിഞ്ഞ ആളായിരുന്നു. അപ്പയുടെ ഒരു കസിൻ ബ്രദറിന്റെ മോനൊരു കുട്ടി ഉണ്ടായിരുന്നു. 1 മാസത്തോളായി ഹോസ്പിറ്റലിൽ പോയി കാണാൻ. ആ സമയത്ത് വേറെ ചില കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് പറ്റിയില്ല. അപ്പൊ ആ മോക്കടെ വീട്ടിൽ പോയി അമ്മേനെയും മോനെയും കാണാനായിട്ട് പോകും. അപ്പൊ ഇവിടെ അധികം ദൂരം ഇല്ല, 5-8 കിലോമീറ്ററേ ഉള്ളൂ. പോയി വരാം. പോണ വഴിക്ക് മുളന്തുരുത്തി ജംഗ്ഷനിൽ ഒരു ഷോപ്പിൽ ഒന്ന് കയറാനുണ്ട്. ഒരു സാധനം വാങ്ങിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ചെറിയ സാധനം. അപ്പൊ അതും നിങ്ങളെ കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം. പോയിട്ട് വരാം. ഓക്കെ, ഞങ്ങള് റെഡി ആയിട്ടോ. ബ്യൂട്ടി പരിപാടി അപ്പയകത്ത്. അങ്ങനെയൊക്കെ പറയല്ലേ? കേക്കണ്ട, അപ്പൊ ചീത്ത പറയും. ഇഷ്ടക്കുറവ് വരും. പെണ്ണുങ്ങൾ 2 റെഡിയായി, ഇനി അവിടെ നിന്ന് വരണം. ഓക്കെ ഓക്കെ, ചെറിയ ലൈറ്റ് ഇട്ടേക്കാതെ നല്ല നമ്മൾ ഇറങ്ങുവാണ്. അപ്പൊ ഇന്ന് മാച്ചിങ് ഷർട്ടും മുണ്ടുവാണല്ലോ. അല്ല, നമ്മൾ 2 പേരും കൂടെ മേടിച്ച മുണ്ടാണ് കറുത്ത കരിയാടി. പച്ചക്കര തേക്കാൻ കൊടുത്തേക്കുവാ. ഇന്നാള് നമ്മുടെ വെഡിങ് എൻഗേജ്മെന്റിന് പോയ വീഡിയോ ഇല്ലേ, അതില് ഒരാൾ ഇട്ടിരുന്നു കേട്ടോ. അപ്പയുടെ ആ റെഡ് ഷർട്ട് കണ്ടപ്പോ യൂഷ്വൽ ഷർട്ട് തന്നെയാ അത്. കല്യാണത്തിന് പോകുമ്പോഴും അങ്ങനെ സ്പെഷ്യൽ ഷർട്ടൊന്നും അപ്പൊ ഇടാറില്ല. ഇതൊക്കെ തന്നെയാണ് ഇടാറ് അല്ലേ? സ്പെഷ്യൽ ഷർട്ട് അപ്പയ്ക്ക് മേടിച്ചതുണ്ട്, പക്ഷെ അപ്പ അത് ഇടൂല.
ഞാൻ പക്ഷെ കല്യാണത്തിനും അങ്ങനെയുള്ള എൻഗേജ്മെന്റിനും ഒക്കെ പോകുമ്പോ സ്പെഷ്യൽ സാരി അമ്മയുടെ സാരിനെ പറ്റി ഒരുപാട് കോംപ്ലിമെന്റ്സ് വന്നു. സാരിയല്ലേ മിലൻ അതിനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടെ നിന്നാട്ടോ മേടിച്ചത്, അത് മിലനിന്നാട്ടോ ഇവിടെ മേടിച്ചോണ്ട് വന്നാ മിലൻ, എറണാകുളം MG റോഡ്. അതെ, ഓക്കെ ഓക്കെ. എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ പെര കൂട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു വാവയല്ലേ, അതുകൊണ്ട് ഇപ്പോൾ ജനിച്ചു കുഞ്ഞു വാവയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ ക്ലിപ്പിങ്സ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ, കുറച്ച് കഴിയട്ടെ. അപ്പോൾ വാവേനെയൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇങ്ങനെ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണെന്നറിയോ? നമ്മുടെ സ്റ്റൂള് മേടിക്കുന്ന കടയിൽ. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കേ. അപ്പോൾ ഇതാണ് കേട്ടോ കട. അപ്പോൾ കടയുടെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ദേ അതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ തുണികളൊക്കെ കിട്ടുന്ന ടെക്സ്റ്റൈൽ ഷോപ്പ് വേറെ ഉണ്ട് കേട്ടോ, ഇതിനോട് ചേർന്ന് തന്നെ. പോയി സന്ധ്യ ആയതുകൊണ്ട് അവിടെ പോയേക്കും അല്ലേ. നമ്മളിതല്ലേ തീരുമാനിച്ചത്. 2 ബെഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, ഒരുപാട് സാധനമുണ്ട്. പില്ലോ, ബെഡ് ഇവിടെ നിന്നാണ് പില്ലോയൊക്കെ എടുക്കാറ്. അന്ന് ആ ബെഡ് മേടിച്ചത് ഇവിടെ. പക്ഷെ ഇതിന്റെ ഇല്ലേ, ഇതിന്റെ ഡിസൈൻ നല്ലതാണ്. ഡിസൈൻ നല്ല. ഇത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ. അമ്മ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പേനെ കാണിക്കണ്ടോ? ഞാനൊന്നാണ് ചെല്ലാം, എന്നിട്ട് സെറ്റ് ചെയ്ത് നിന്നു. ഇവിടെ നിന്നോ, ഞാൻ വിളിച്ചോണ്ട് വരാം. അല്ലെങ്കിൽ ഇതങ്ങ് കൊണ്ടുപോയി കാണിച്ചാ പോരെ? ഇനി കൊണ്ടുപോയി കാണിക്കാൻ പറ്റൂ, അവിടെ വരെയും കൊണ്ടുപോകണ്ടേ. ഞാൻ ചെല്ലാം. ഉം. 160 തോന്നുന്നു. എത്രന്നാന്ന് എനിക്കറിയില്ല. നമ്പർ എന്നോട് പറഞ്ഞില്ല. നല്ല സ്റ്റൂളാ, നല്ല സ്റ്റൂളാ. കടയുടെ എടുത്തോ? എടുത്തു. വണ്ടി അങ്ങനെ കിടക്കണോണ്ട് വേണ്ട വേണ്ട, മറ്റേത് മതി. ഇതിന്റെ ആ കളറുണ്ടോ? ഇല്ല, ഈ കളർ മാത്രമേ. മറ്റേത് മതി നമുക്ക്, അതാ നല്ലത്. നമ്മൾ ഓൾറെഡി എടുത്തില്ലേ, അത് നല്ലതാ. എത്രയാ മോനെ? നമ്മുടെ പണ്ടത്തെ സ്റ്റൂള്. വീക്കെൻഡ് ആയതുകൊണ്ട് പുള്ളിക്കാരി വീട്ടിൽ പോയതാണോ? അല്ല, അന്ന് അവിടെ ഇത് നല്ല കോർണറിൽ വെക്കാൻ പറ്റിയതാ ഇത് അല്ലേ? ശരി. ശരി. അതിപ്പോ വേണ്ട, പിന്നെ നോക്കാം നമുക്ക്. ഞാൻ പിടിക്കണോ? നേരെ പോക്കാം, നേരെ അകത്തേക്ക് കയറൂല.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു. പോവാ. ഇനി നമ്മൾ പോവാണ്. ഇന്നൊരു കൊച്ചു വ്ളോഗായിരുന്നു കേട്ടോ. കൊച്ചു വ്ളോഗായിരുന്നു. ഞങ്ങളുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലൊരു വാവേനെ കാണാൻ പോയി. അതെ അതെ അതെ. എന്നിട്ട് അവിടെ നിന്ന് വിഭവസമർത്ഥമായ ചായയൊക്കെ കഴിച്ചു. എല്ലാം ഹോം മെയ്ഡ് ഐറ്റംസ്. അതെ, എല്ലാം കഴിച്ചു. അവിടെ നിന്ന് പോന്നു. കുഞ്ഞു വാവയുടെ വീട് കുഞ്ഞു വാവയൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കാൻ ചേട്ടാ അവിടെ ചെന്നിട്ടുള്ള പടങ്ങള്. അതെ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ജംഗ്ഷനിൽ വന്ന് 2 ചെറിയ സ്റ്റൂൾ വാങ്ങിച്ചു. ഇനി നേരെ വീട്ടിലേക്ക്. അതെ. ഓക്കെ. അപ്പൊ സ്റ്റൂള് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഷോപ്പ് കണ്ടല്ലോ. അതെ. അപ്പൊ ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ബാക്കി പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഗുഡ് നൈറ്റ്. സ്റ്റൂള് വീട്ടിലെത്തിട്ടോ. പതുക്കെ ഇട്ടാ മതി. ലൈറ്റ്. നമ്മൾ ഭവനത്തിലെത്തി. പഴയ സ്റ്റൂളുകൾ മാറ്റുന്നു, പുതിയ സ്റ്റൂളുകൾ സ്ഥാനം വെക്കുന്നു. അതെ അതെ അതെ. എന്റെ പഴയ സ്റ്റൂള് മാറ്റണ്ട കേട്ടോ. മാറ്റും. വേണ്ട. അത് വൃത്തികേടായിട്ടോടെ ഇരിക്കാൻ പറ്റില്ല. അതിനെ 2 മേടിച്ചു. ആഹാ. എന്തായാലും സ്റ്റൂൾ മാറ്റും. അപ്പയ്ക്ക് ഏതാ ഇതില് കൊടുക്കണേ? രണ്ടുപേരും സ്റ്റൂൾ എടുത്തോളാം. അതെ.